രഞ്ജിത, ഇപ്പോൾ തന്നെ അവരിലേക്ക് പോകാം. കാരണം ആരോപണം ഉന്നയിച്ചു നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾ ഇത്തരത്തിലുള്ള അട്രോസിറ്റികൾ നേരിട്ടു എന്നുള്ളത് വ്യക്തമായ തെളിവുമായിട്ടാണ് മിനു മുനീർ നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഏത് കാലഘട്ടത്തിലായിരുന്നു മാമിന് ഇങ്ങനെ ഒരു അട്രോസിറ്റി ഉണ്ടായത്? ഞാൻ 2008 2009 ദേ അങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രൻ അഭിനയിക്കാൻ വന്നത്. അതിനു മുമ്പ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നേരെ സെക്രട്ടേറിയറ്റിലോട്ടാണ് വന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സാരി ഞുറച്ചിലിങ്ങനെ പിടിച്ചിട്ട് പുറകിൽ പെട്ടെന്ന് ഒരാൾ കയറി കെട്ടിപ്പിടിക്കും. നമ്മൾ പേടിച്ച് പുറകോട്ട് നോക്കിയപ്പോഴത്തേക്ക് ജയസൂര്യായിരുന്നു. ജയസൂര്യ പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ലിപ്സ് കിസ് ചെയ്യുകയും അങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി, താഴെ ഓടിപ്പോയി. അപ്പം ജഗതി ചേട്ടൻ വാസ് വെരി ഡീസെന്റ് ആൻഡ് വാസ് വെരി ജെന്യൂൻ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ഹിം. ജഗതി ചേട്ടൻ്റെ അടുത്ത്. സോ ഐ തോട്ട് ഐ ക്യാൻ ഷെയർ വിത്ത് ഹിം. ഇതെന്തോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ വന്നപ്പോൾ ഇതാണോ സിനിമ, ഇങ്ങനെയൊക്കെയാണോ സിനിമ അല്ലേ, അങ്ങനെ ഒരു തോന്നലും ഒരു പേടിയും. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ പുറകെ ഓടി വന്നു അരജയ് സൂര്യ. എന്നിട്ട് പറഞ്ഞു, മിനു എനിക്കൊരു കാര്യം ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് അവിടെ മിനു വരുവാണെങ്കിൽ മിനുവിന് പല നേട്ടങ്ങളുണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല. ഇത് ആരോപണമാണ്, ആളുകൾ പുറത്തു വരട്ടെ, ഇതൊക്കെ കെട്ടിച്ചമിക്കുന്ന കഥകളാണെന്നാണ് മുകേഷ് നേരത്തെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു വന്നവർക്കെതിരെ പറഞ്ഞത്. മാമിനും അത്തരത്തിലൊരു ആരോപണം പുള്ളിക്കെതിരെ പറയാനുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു വ്യക്തിമാണല്ലോ. ഞാൻ ഒരുപാട് മെന്റൽ ടോർച്ചറും മെന്റൽ അഗ്നിയും ഞാൻ സഫർ ചെയ്തതാണ്. കാരണം സിനിമാ ഫീൽഡിൽ ഞങ്ങളൊക്കെ ഒത്തിരി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നവരാ ഞങ്ങൾ. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം, ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തെയാണ് അവർ തകർത്ത് കളഞ്ഞത് ഇവര്. അപ്പം അവർക്കിനി അഭിനയിക്കാൻ ഈ ബെഡ് ഷെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ അവരെ അതിന് വിളിക്കണ്ട, ഒന്നിനും വേണ്ട, അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളെ ആക്ഷേപിക്കുകയും പലരുടെ മുമ്പിലിട്ടിട്ട് കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പും തരാൻ തയ്യാറായില്ല, ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ മലയാള ഫിലിം തന്നെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയായത്, ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുകയത്. ഈ അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് മാമിനോട് പറഞ്ഞത് എന്താണ്? അത് ശരി, അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് നോക്കിയോ? നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നീ കൊടുക്കത്തില്ല, നീ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അവിടെ അങ്ങ് അടച്ചു വെച്ചോളാം, ആർക്കും കൊടുക്കണ്ട. ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഇല അനങ്ങില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമില്ല. കാരണം എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും കിട്ടത്തില്ല. ഇനി വന്ന സിനിമകളൊന്നും, കാരണം ഇവരുടെയൊക്കെ ഭാര്യമാരായിട്ടൊക്കെയല്ലോ വിളിക്കുന്നത്. അപ്പം അവർ പറയാം എനിക്ക് മിനുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്, 25 വർഷം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇവിടെ ബാബു. അപ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ സമീപിച്ചു എന്നൊരു ഇതും കൂടി കേട്ടിട്ടുണ്ട്. അതെ, അദ്ദേഹം ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞത് മിനു പാട്ട് പാടും, ഡാൻസ് ഒക്കെ ചെയ്യും, അങ്ങനെയാണെങ്കിൽ മിനു എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ മിനുവിന് പല നേട്ടങ്ങളുണ്ടാവും, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാം, പിന്നെ ഞാൻ ബാച്ചലറാണ്, എൻ്റെ കൂടെ ഒന്ന് മിനുവിന് സഹകരിക്കാം, എൻ്റെ കൂടെ ഒപ്പം നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് പുള്ളി എൻ്റെ അടുത്ത് ചെയ്ത്. വളരെ മോശമായിട്ട് തന്നെ അവളെ അബ്യൂസായിരുന്നു പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തന്നെയാണ് സെക്രട്ടറി, ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയിലെ മെമ്പർഷിപ്പ് ഇടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു, ഫോം തന്നോ ഒപ്പിട്ട് താൻ ഇന്ന് തന്നെ അപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയും ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എൻ്റെ കൺസെന്റ് ഇല്ലാണ്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട് മാമുമായിട്ടൊരു ക്ലാഷ് ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും നിലനിൽക്കുന്നുണ്ടല്ലോ 10 വർഷം മുൻപ്. ഞാനത് പിൻവലിച്ചായിരുന്നു. അതെന്തായിരുന്നു പരാതി? അത് ഈ മേക്കപ്പ് മാനെ ഞാൻ അറിയത്തുമില്ല, ഒന്നുമില്ല, വെറുതെ വേറെ ഡ്രൈവറിന്റെ കഥയും കേട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പൊ അയാൾക്ക് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് സുരേഷ് ഗോപി സാറിനെ വിളിച്ച് പറഞ്ഞു, അതെങ്ങനെ, ഞാൻ മിനുവാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഓൾറെഡി ആയുധം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ നിങ്ങളുടെ മേക്കപ്പ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. പുള്ളി എന്നെ അങ്ങ് ഷൗട്ട് ചെയ്തു, ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ടേഞ്ചർ തുടങ്ങുന്നത്. ഞാനിങ്ങനെ ധരിച്ചു, കാരണം നമ്മൾ ഒരു സ്ത്രീ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോലും അത്രയും കൂടെ പക്വതയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഉടനെ എന്താണ് മിനുവിന്റെ ആവലാതി അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ എന്നെ എന്തൊക്കെയോ കൊടുന്നുണ്ടെങ്കിൽ ഫയർ ചെയ്തു പുള്ളിക്കാരൻ. അപ്പം അതിനുശേഷം ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, അദ്ദേഹത്തിനെതിരെ കൊടുത്തില്ല, ഈ മേക്കപ്പ് മാനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആള്, ഇദ്ദേഹം കുട്ടിക്കാലത്ത് ഒരു സിനിമ പേര് മറന്നുപോയി, അപ്പൊ അതിൽ ഞാൻ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം പ്രീ പ്രൊഡക്ഷന് വേണ്ടി ഞാൻ എന്റെ വണ്ടിയിലാണ് ഞാൻ ഇവരെല്ലാം ലൊക്കേഷനെല്ലാം കൊണ്ടേ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് കുട്ടിക്കാലത്ത് 3 ദിവസം ഷൂട്ടിംഗ് കഴിയുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞത്തേക്കും ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു പ്രൊഡ്യൂസർ വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലൊക്കേഷൻ കാണാമല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരാളുടെ റിസോർട്ടിനകത്ത് കെട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തിയിട്ട് ഇയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി, ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചു. അപ്പം അന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു. അപ്പൊ പിള്ളേർ വരേണ്ട സമയമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ
പിള്ളേർ വരേണ്ട സമയമായിരുന്നു, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. മറ്റേ അഡ്വക്കേറ്റിനെ കാണാനുമില്ല. പുള്ളി വന്നാൽ ഞാൻ പോയെന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെ പോകല്ലേ, അങ്ങനെ പോകാനല്ലല്ലോ വന്നതെന്ന് ഇദ്ദേഹം കയറി എന്നെ ഇങ്ങനെ തോളത്തൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ പിടിച്ച് തലയിലൊക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ ഇതെന്താ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. പക്ഷെ ഇയാളെ തെറ്റിദ്ധരിപ്പിച്ച ഈ പുള്ളിക്കാരൻ അഡ്വക്കേറ്റ്. അപ്പം ഞാൻ വേറെ ലൊക്കേഷൻ കാണാനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. വേറെ ഒന്നിനും സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല, അയ്യോ അറിയാതാണ് മിനു വന്നത്. അപ്പോൾ അയാൾ ജെന്യൂനായിരുന്നു. എങ്കിൽ സോറി കേട്ടോ മിനു, അപ്പോൾ ഇയാൾ കൊള്ളാലോ, ഇയാൾ അങ്ങനെയല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അതിനെ കൊണ്ട് കൂട്ടിക്കൊടുത്തു. ഒരു അഡ്വക്കേറ്റിന് ചേർന്ന പണിയാണോ കൂട്ടിക്കൊടുക്കുക ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട്? പിന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോൾമാർ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. അത് നോബിള് എന്നെ കാറെ കയറ്റിക്കൊണ്ട് ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നിട്ട് പിന്നെ ലൊക്കേഷൻ ഇറക്കാതിരിക്കുകയും എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേറെ വിജനമായ ഒരു റോട്ടിൽ കൂടെ കൊണ്ടുവരികയും അവിടെ വെച്ച് എന്നെ ഇങ്ങനെ ചേർത്ത് വലതേ കൈ കൊണ്ട് വണ്ടി ഓടിക്കുക, ഇടതേ കൈ കൊണ്ട് എന്നെ വളരെ ചേർത്ത് പിടിക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും അവർ സ്ട്രഗിൾ ചെയ്യപ്പെട്ടത് ഈ നോബിളിന്റെ കൈ കിടന്ന. കാരണം അയാളുടെ കരബലത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ. കാരണം ഒന്നാമതായിട്ട് ഗിയർ ബോക്സ് ഒക്കെ വയറിനടിക്കുന്നുണ്ടായിരുന്നു, നല്ല വേദനിക്കുന്നില്ല അറിയില്ല. ആ ഇടയ്ക്കിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേ നമ്മൾ ചിരിച്ചു പിടിക്കുമ്പോഴേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാറിന്റെ ഡോറിട്ടൊക്കെ ഞാൻ ചവിട്ടി, ഞാൻ കാറും ചാടും വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറൊക്കെ തുറന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് കാറിന്റെ ഡോറ് തുറന്നപ്പോൾ അയാൾ വണ്ടി നിർത്തി. എന്നിട്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഓടാണെന്ന് വിചാരിച്ചപ്പോൾ എന്തുവാ, അത് വിജനമായ ഒരു കാടാ. ഞാൻ ഓടിയ എവിടെ പോയി നിൽക്കാനാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ എവിടെ കയറ്റി എന്നെ അവിടെ തന്നെ കൊണ്ട് നിർത്തണം, നോബിൾ കളിയെടുക്കരുത്. അപ്പൊ പുള്ളി കുറച്ച് കാമായി. ആദ്യം ഒരു വെപ്രാണം കാമ വെറിയില്ലേ, അതിലായിരുന്നു പുള്ളിക്കാരൻ. മണിയമ്പിള്ള രാജുവിനെ പറ്റിയും പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം ഏത് തരത്തിലാണ്? അദ്ദേഹം വെർബലായിരുന്നു. ഞാൻ റൂമിൽ വരും, റൂം തുറന്നിടണം, ഞാൻ മിനുവിന്റെ റൂമിൽ വരും. ഞാൻ തുറന്നിട്ടില്ല. അപ്പൊ അന്നേരം എന്നെ മറ്റുള്ള മുമ്പ് വെച്ച് എന്നോട് ദേഷ്യപ്പെടുക, കാരണമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീടുള്ള സെറ്റ് വർക്കുകളിലൊക്കെ അത്തരത്തിൽ എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ആ പുള്ളി ലൈംഗികമായിട്ട് ആഗ്രഹം ഒരു നടത്തി. പിന്നെ അതിന്റെ ഹരാസ്മെന്റ് നടന്നു, അത്രേ ഉള്ളൂ. മെന്റൽ ടോർച്ചറിങ്. പിന്നെ അപ്പൊ നമ്മൾ അഭിനയിക്കാൻ വന്നതല്ലേ, നമുക്കൊരു നല്ല ഒരു ഇത് പറഞ്ഞല്ലോ അഭിനയിക്കാനാണെങ്കിലും. അപ്പൊ ആ ഒരു നഷ്ടപ്പെടുത്തി കളഞ്ഞു പുള്ളിക്കാരൻ. പിന്നെ നമ്മൾ ചമ്മലായപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച പുള്ളി എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങോട്ട് മാറി അങ്ങനെ. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഞാനെന്തോ വലിയ ഗുരുതരമായ തെറ്റ് ചെയ്തതല്ലേ. വിച്ചു എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് വിളിച്ചത്. ബിന്ദു പണിക്കറിന്റെ പോലത്തെ ഒരു ക്യാരക്ടർ ചേച്ചിക്കല്ല താൻ. ഞാൻ ഈ വിച്ചു എന്നാ പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. എന്നിട്ട് പറയാം, എടോ താനാ വിളിച്ചത്. ഞാൻ പറഞ്ഞ അല്ല, ഈ താൻ എടോ എന്നുള്ള വിളി മാറ്റിയിട്ട് പേര് വിളിക്കും. കാരണം ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. എന്നെ എടോ ഞാൻ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ പറഞ്ഞു, അതെ തനിക്ക് എന്നെ കുറിച്ച് അറിയില്ല ഞാൻ ആരാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയില്ല. എന്തെങ്കിലും താൻ വന്ന് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് ആ റോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, താൻ ഉടനെ തിരുവനന്തപുരത്തിന് വരണം എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. ഇപ്പൊ ഈ ഇത്രയും വിഷയം വന്നിട്ടും അമ്മയിലെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ചും മോഹൻലാലായാലും അതിനെ ചർച്ചത രംഗത്ത് തന്നെ മുതിർന്ന ആളുകളായിട്ട് മമ്മൂട്ടി ആയാലും ഇക്കാര്യത്തിലൊന്നും പ്രതികരിച്ച് കണ്ടില്ല. ഇത് ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. പിന്നെ അമ്മയുടെ തന്നെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, നടിമാരുടെ ജോമോളുടെ പ്രതികരണമൊക്കെ കണ്ടതാണ്. എന്താണ് അമ്മയിൽ വേണ്ടത്? ഒരു ഇന്റേണൽ ക്ലെൻസിങ് ആവശ്യമുണ്ട് സിനിമ മേഖലയിൽ? തീർച്ചയായിട്ടും ഇന്റേണൽ ക്ലെൻസിങ് ആവശ്യമാണ്. കാരണം അതായത് ന്യൂ ജെൻ അമ്മയിലോട്ട് സ്ത്രീകളും പുരുഷന്മാരും അമ്മയിൽ അംഗങ്ങളാകുവാണെങ്കിൽ നല്ലൊരു ശുദ്ധികലാശം നമ്മുടെ ഈ മലയാളം ഫിലിമിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഡ്രഗ്സ്, ഇതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ, സെക്ഷൽ, അതൊക്കെ മാറും. സ്ത്രീകളും കൂടെ വരണം. പിന്നെ ഈ സീനിയേഴ്സിനെ തീർച്ചയായിട്ടും വരെ മാറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ദേ ആർ നോട്ട് റിയാക്ടിങ് മീൻസ് അവരെ ഈ വലിയ വലിപ്പത്തൊന്ന് അവരെ മാറിയേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ന്യൂ ജെൻസ് വരട്ടെ. ഇപ്പൊ ഈ ടോവിനോ എന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് നല്ല കുട്ടികളാണ്, അവർക്ക് നല്ല നീതിയുടെ പക്ഷത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് പരിചയമില്ല, എന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതും പ്രകാരം. പിന്നെ പാർവതി, ഇവരൊക്കെ നല്ല ആപ്റ്റല്ലേ, ദേ ആർ വർത്ത് ടു ബി. വേറെ ആരെങ്കിലും മിനുവിനോട് പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തില് അബ്യൂസ് നേരിട്ടോന്നോ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഞങ്ങൾ ഇരയായെന്നോ വേറെ ആരെങ്കിലും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്രയും അനുഭവം ഉണ്ടാവാനുള്ള ചാൻസ്. എന്നാതായിട്ട് ഞാൻ ലൊക്കേഷനിൽ വരുമ്പോൾ ക്രൗഡഡ് ആണേ, അപ്പൊ നമുക്കൊരു പ്രൈവസി കിട്ടുന്നില്ല സംസാരിക്കാൻ. പറയണമെന്നൊക്കെ ഉണ്ട്, അടുത്തിരിക്കുന്ന പറയണമെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജിന്റെ മമ്മി വന്നു, അപ്പൊ ആ മമ്മിയോട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, മല്ലിക ചേച്ചിയോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അടുത്ത് ഹെയർ ഡ്രസ്സറൊക്കെ നിൽക്കുക. അപ്പൊ അത് വേറെ രീതിയിൽ അങ്ങ് പോകും, സ്പ്രെഡ് ആവും അങ്ങ് കഥ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നേ. പിന്നെ ഞാനും ബിസി ആയിരുന്നു. നമ്മളവിടെ ലൊക്കേഷനിലിരിക്കും, നമ്മൾ ഡയലോഗ് പഠിക്കുന്നതിന്റെ ഒരു ടെൻഷനിലായിരിക്കും. നമ്മൾ വർത്താനം പറഞ്ഞിരുന്നാൽ നമുക്ക് ഡയലോഗ് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ ഇത് കിട്ടിയിട്ടില്ല.
ഇപ്പൊ കൊല്ലത്തെ MLA ആണ് മുകേഷ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ MP ആണ് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സ്ത്രീ ഇതാണ് അല്ലെങ്കിൽ ലൈംഗികപരമായുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് തൊഴിലിടത്തിലുള്ള പീഡനങ്ങൾ, മാനസിക പീഡനങ്ങളാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്താണ് ഇവര് ജനപ്രതിനിധികളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ജനങ്ങൾ നമ്മളെല്ലാവരും ചോറാണ് ഉണ്ണുന്നത്. നമുക്ക് സ്വയം ഒരു ലോജിക്കായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. സ്വയം ചിന്തിക്കാനുള്ള ഒരു പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാണ്. ശരിയും തെറ്റും തിരിച്ചറിയണം. അല്ല സെലിബ്രിറ്റി എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട ഒരാവശ്യമില്ല. നമ്മളൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റഡ്, ക്വാളിഫൈഡ്, വെൽ എക്സ്പീരിയൻസ്ഡ് അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ആ ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് സെലിബ്രിറ്റികളെയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വീട് ഭരിക്കാൻ അറിയാത്ത ആൾക്കാർ എങ്ങനെ നാട് ഭരിക്കും? മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ വുമണൈസറിനൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ MLA സ്ഥാനത്തൊക്കെ ഇരുത്തിയാൽ ആ കൊല്ലം തന്നെ നശിച്ചു പോകും. കൊല്ലം എന്നല്ല, കേരളം തന്നെ നശിച്ചു പോകും. ഞാൻ പറയുന്നത് ഇവിടെ എന്തോരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ആൾക്കാർ, നല്ല നല്ല ആൾക്കാരുണ്ട്. പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നവരെയൊക്കെ തള്ളി ഇരുത്തിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മൾ ജനങ്ങളും മീഡിയയൊക്കെ സപ്പോർട്ടാണ്. ഇപ്പം എനിക്ക് ഇത്ര കോൺഫിഡൻസ് ആയത്. അന്നത്തെ കാലമല്ല ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് നിയമം നമ്മുടെ കൂടെയുണ്ട്. മിനിസ്റ്റേഴ്സ് ആയാലും പോലീസ് ഓഫീസേഴ്സ് അവരായാലും മീഡിയയും ജനങ്ങളും ഇതുപോലെ WCC പോലത്തെ ഒരു വിമൻ സംഘടന മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും അതിനുശേഷം സിനിമാ മേഖല അത്യാവശ്യം ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അവര് വന്നതിന് ശേഷം കുലുങ്ങി, സിനിമാ ഫീൽഡ് കുലുങ്ങി. പക്ഷെ അതേപോലെ തന്നെ അങ്ങ് അമുത്തി സപ്രസ് ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് അത് എങ്ങനെയോ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പം ആർക്കും നിക്കക്കളിയില്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമോ എന്നുള്ള സ്റ്റേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 7 സംഘമായിട്ടുണ്ട്. അന്വേഷണത്തിനായാലും പ്രശ്നങ്ങൾ പഠിക്കാനായാലും 7 സംഘം, സർക്കാർ തന്നെ നിയോഗിച്ച 7 സംഘം ആയിട്ടുണ്ട്. അപ്പൊ പരാതി കൊടുക്കാൻ തയ്യാറാണ്. പരാതി കൊടുക്കണമല്ലോ. പരാതി കൊടുത്ത് നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇറാഡിക്കേറ്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു കേരള സംസ്ഥാനം. ഫസ്റ്റ് ഓഫ് ഓൾ കേരളയിലെ പീപ്പിൾ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ്. പക്ഷെ ഈ ഒരു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രം ഭയങ്കര വീക്ക്നെസ് ആണ്. പിന്നെ ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഞാൻ പറയുന്നത് സിനിമയിൽ മാത്രമല്ല, ഹോസ്പിറ്റലിലായാലും സ്കൂളിലായാലും പലയിടത്തും ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ഇവിടെ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ച് മാറ്റണമെങ്കിൽ തന്നെ ഇത് നമ്മുടെ ഈ കമ്മിറ്റി തന്നെ പുതിയൊരു മെമ്പേഴ്സൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ മീഡിയ വളരെ ഞങ്ങൾക്ക് ഭയങ്കര ഹൈലി അപ്രീഷിയേറ്റ്. നിങ്ങളുടെ ഈ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്നലെ രാത്രിയിലായിട്ടത്. ഇന്ന് നിങ്ങളിങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോലീസ് ഓഫീസേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ ഇത്ര നല്ലതാണ്. നിങ്ങൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ജനങ്ങളെ അറിയിക്കുക എന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് മാൻഡറ്ററി ആണ്. അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് വാട്ട് ഈസ് റിയൽ ഈ ഗോയിങ് ഓൺ. ഇനി വേണ്ട. ഇനി ഇങ്ങനത്തെ ഈ ഒരു അടിമ അല്ലേ, അധികാരം, അതൊക്കെ വേണ്ട. അതൊക്കെ മാറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഈ ഹേമ കമ്മിറ്റിയിലെ പാർവതിനെയൊക്കെ ഞാൻ സത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. രമ്യ നമ്പേശന്, റീമ കല്ലിങ്കൽ, ഇവരെയൊക്കെ സത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും സേഫ് ആകുന്നത്. ഇനി വരുന്ന ഇനിയിപ്പോ പല പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവർക്ക് കല്യാണം കഴിക്കേണ്ടവരാണ്. അപ്പൊ അവരിതൊക്കെ ആയിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ അത് ബാധിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ ഓൾറെഡി വിക്ടിം ആയവരാണ്. കാരണം അത്രത്തോളം സഫർ ചെയ്തു, അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സ്വപ്നങ്ങളൊക്കെ ഇവരൊക്കെ ചവിട്ടി മെതിച്ചു കളഞ്ഞു, ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്നാലും ഞങ്ങൾ അവിടെ എവിടെയൊക്കെ പോരൊന്നൊക്കെ ചെയ്തെങ്കിലും ഭയങ്കര സ്വന്തം നാട്ടു വിട്ടു പോവാന്നൊക്കെ വെച്ചാൽ അത് ഇവർ കാരണം കൊണ്ടാണ്. ഈ ഇടവേള ബാബു, ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇവരുടെ ഈ നോബിള്, ഇവരുടെ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ കാരണം ഇവരെന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ബെഡ് ഷെയർ ചെയ്യണം. അതിന് താല്പര്യമില്ല. സിനിമയോടുള്ള പാഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള അങ്ങേ അറ്റത്തെ താല്പര്യം കൊണ്ട് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ള ഏറെക്കുറെ സ്ത്രീകളും അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദത്തിന്റെയും ശാരീരിക പീഡനത്തിന്റെയും കഥയാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഡിറ്റഡ് വേർഷൻ പുറത്തിറങ്ങുമ്പോൾ പോലും ഇത്രയധികം തർക്കങ്ങൾ ഉണ്ടായതും ഇത്ര അധികം ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയതിനും കാരണം ഇപ്പോൾ ഓരോ ദിവസവുമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ ഉദ്യമം, അതായത് അന്വേഷണ സംഘത്തെ വരെ രൂപീകരിച്ചു കഴിഞ്ഞു. എന്തായാലും സിനിമാ മേഖലയിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്.
ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.